ഹരിഹര വീരമല്ലു എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒരു പക്കാ തെലുങ്ക് പടം, വലിയ സംഭവമൊന്നുമല്ല. ഒരു 250 കോടി ബഡ്ജറ്റുള്ള ഒരു ബ്രഹ്മാണ്ഡ അപരാധ പടം. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു അപരാധം പിടിച്ച പടം. അത് പക്ഷേ ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കാമായിരുന്നു, പക്ഷെ അത് കുളമാക്കി ചളമാക്കി കളഞ്ഞു, അതാണ് സത്യം. പിന്നെ ഈ സിനിമ കാണാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ആരുടെ? പവൻ കല്യാണിൻ്റെ. പുള്ളിക്കാരൻ്റെ പടം 1-2 സിനിമകൾ കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പുള്ളിയുടെ തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കാണണം. ഇദ്ദേഹത്തിൻ്റെ പടം ഒരു തിയേറ്ററിൽ കാണുന്ന ഒരു ആഗ്രഹം തോന്നിയാണ് പോയി കണ്ടത്. പക്ഷെ വേറെ പടം സെലക്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി ഇപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ. ഭയങ്കര ഓവറുടെ, ശുദ്ധ ഓവർ എന്ന് വെച്ചാൽ ഒരു ഹിസ്റ്റോറിക്കൽ പടം എന്നൊക്കെ പറയുമ്പം നമുക്ക് ബാഹുബലി അങ്ങനത്തെ പല സിനിമകളും നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇതിൽ വന്നിട്ടില്ല. പല പടങ്ങളും നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ചാവ, സൈറ, നരസിംഹ റെഡ്ഡി, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. എനിക്കൊന്നും തോന്നിക്കോ വലിയ പുതുമയായിട്ടൊന്നും തോന്നിയില്ല. ലൈക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പടം അതിന് ഓവറാക്കി ചളവാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. താടി പറന്നടിക്കണതും പിന്നെ 3-4 വരണതും കല്ല് താഴെ വരുന്നതും പുലി ഇഷ്ടം പോലെ ഉണ്ടടിയോ. ഇപ്പോൾ ചിരിക്കാനുണ്ട് കേട്ടോ. MM ഗീരവാണി പുള്ളിക്കാരൻ്റെ മ്യൂസിക് വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളി. സംവിധാനം ചെയ്തിരിക്കുന്നത് ജ്യോതി കൃഷ്ണ, എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ പിക്കലായിരുന്നു കേട്ടോ. നിധി അഗർവാൾ, മറ്റേ ഭൂമി സിനിമയിലെ നായികി, എൻ്റെ അമ്മൂ വൻ വെറുപ്പിക്കലായിരുന്നു. അതിന് പകരം വേറെ ആരെങ്കിലുമൊക്കെ മതിയായിരുന്നു. ഒരുമാതിരി ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി ഒരുമാതിരി ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് കാണിക്കണുണ്ട്. മൊത്തത്തിൽ പടം ഒരു അവിയൽ പരിപാടിയാണ്. ചിരിക്കാറുണ്ട്, ഇഷ്ടംപോലെ ചിരിക്കാറുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ശരിയാണ്.